എത്ര ചെയ്തിട്ടും മാർക്സ് ഇമ്പ്രൂവ് ആവുന്നില്ല. എങ്ങനെയാണ് മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. മോക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയാതെ പലരും ചുമ്മാ മോക്ക് ചെയ്തിട്ട് മാർക്സ് കൂടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് മോക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതി? എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്ത മോക്ക് അനലൈസ് ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതി? സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ സെക്ഷനും എത്ര മാർക്സ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം, എത്ര മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം, എത്ര മാർക്സിന് എക്സ്പെക്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ഞാൻ ധാരാളം ഫ്രീ കണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടി ടെലിഗ്രാമും ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഞാൻ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 2024 ഒരു പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം എടുക്കേണ്ടത്, എങ്ങനെ ടൈം അതിൽ നമ്മൾക്ക് ഇമ്പ്രൂവ് ആക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ ഇത് ഗൈഡ്ലിയിലെ പ്ലാറ്റ്ഫോമാണ്. 2024 ഒരു എക്സാമാണിത്, ഒരു ഫുൾ ലെങ്ത് മോക്കാണിത്. സോ ഫസ്റ്റ് ഓഫ് കോഴ്സ് നമുക്ക് ഇംഗ്ലീഷ് ക്വാൺസ് റീസണിങ് എന്നുള്ളതിൽ ഫസ്റ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇംഗ്ലീഷ് വരാനായിരിക്കും ചാൻസ് ഉള്ളത്. സോ ആ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ബട്ട് മേ ബി ചില എക്സാംസിനൊക്കെ റീസണിങ്ങോ അല്ലെങ്കിൽ ക്വാൺസോ ഫസ്റ്റ് ഷിഫ്റ്റ് വരാൻ ചാൻസസ് ഉണ്ട്. സോ അതും നിങ്ങൾ മനസ്സിൽ കരുതി വേണം ആ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാനിരിക്കാൻ. ഓക്കെ, ഫസ്റ്റ് ഇംഗ്ലീഷാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ എക്സാം നമുക്കിതുപോലെ ഇൻ്റർഫേസിൽ വന്നു കഴിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നറിയാൻ ജസ്റ്റ് നമ്മൾക്ക് തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റോ എടുത്തിട്ട് അത് താഴെ താഴെ ഇങ്ങനെ നോക്കി നോക്കി പോവും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടെങ്കിൽ ഇതിനിപ്പുറവും അപ്പുറവും കിടക്കുന്നതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ ഇത്രയും ഒരു റോ കംപ്ലീറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് റീ അറേഞ്ച്മെൻ്റ് ആണ്. ഇത് പെട്ടെന്ന് നോക്കി വായിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു വേർഡ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നു. ദെൻ അത് മാർക്ക് ചെയ്യുന്നു. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്നതെല്ലാം ആ ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. സോ നമ്മൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ നോക്കി കൂടുതലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസിൻ്റെ ഓപ്ഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ വെച്ചിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചെയ്യുക. ദെൻ അത്രയും ഒരു 5 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ആ ഒരു സെറ്റ് കഴിയും. ദെൻ 6th വൺ വരുന്നത് ഒരു മാച്ച് ദ കോളമാണ്. മാച്ച് ദ കോളവും ഇതുപോലെ നമ്മൾ ഓപ്ഷൻസ് വെച്ച് തന്നെ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾക്ക് തെറ്റ് വരാതിരിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ അതൊരു 5 ക്വസ്റ്റ്യൻസ് കാണും. 10 വരെയുള്ള ആ ഒരു സെറ്റ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്, സിമിലർ മീനിങ് ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റാണ്. ഇത് കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അതിന് എല്ലാത്തിനും മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണ്ട, തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് ദെൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് കാണുന്നത്. അത് തീരുന്നിടം വരെ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. അപ്പോൾ 11 തൊട്ട് 15 വരെ ആ ഒരു ഏരിയ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റീഅറേഞ്ച്മെൻ്റ് ആണ്. റീഅറേഞ്ച്മെൻറ്റും ഇതുപോലെ ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്യുക. ഓപ്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. ദെൻ ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് അത് ഒരു 5 സെറ്റ് ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ളാവുന്നത്. സോ അത്രയും വരെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മൾക്ക് അത്രയും വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് സെറ്റ് വരുന്നത് എന്താണ്, നമ്മളുടെ RC ആണ്. RCനെ ഒരിക്കലും ഫസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, ഏറ്റവും ലാസ്റ്റ് വേണം RCനെ അപ്രോച്ച് ചെയ്യാൻ. സോ RC അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പാസേജ് വായിക്കാതെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സൊക്കെ കാണും, സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് ആദ്യം ചെയ്യുക. അതല്ലാതെ ആണെങ്കിൽ RC ഏറ്റവും ലാസ്റ്റ് വേണം ചെയ്യാൻ. ദെൻ വരുന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് വായിച്ച് നോക്കുക. ദെൻ ഓപ്ഷൻസ് വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ ആൻസർ മാർക്ക് ചെയ്യുക. അതൊരു 5 ക്വസ്റ്റ്യൻ കാണും.
അത്രയും അറിയാവുന്നത് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീനിങ്ങിൻ്റെയാണ്. കുറച്ചൊരു കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ആ സ്കിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണം. പിന്നെ നമുക്ക് തിരിച്ചു വന്നാലും അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അത്രയും വരെയാണ് ആ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടും തോന്നുന്ന ഏതാണോ അത് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് ഉള്ളതിനെ വളരെ പെട്ടെന്ന് തന്നെ, ചിലപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലൊക്കെ സ്റ്റക്കായി പോയിട്ട് ഇംഗ്ലീഷ് പോലും 40 ക്വസ്റ്റ്യൻസിനെ വായിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് വരാറുണ്ട്. സോ ഇങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതായിരിക്കും. സോ പിന്നെയും ഡൗട്ട്സ് ഉള്ളതിനെ മാത്രം സ്കിപ്പ് ചെയ്ത് വിടുക. ദെൻ ഒത്തിരി തവണ നോക്കി പിന്നെയും കൺഫ്യൂഷൻ അടിക്കാൻ നിൽക്കരുത്. 1-2 തവണ വായിച്ച് ഏതാണോ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ തോന്നുന്നത് അത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ടുള്ളത് നമ്മളുടെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാൺസ് ആണ്. ക്വാൺസിൽ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് വന്നിരിക്കുന്നത് ഒരു DI ആണ്. അപ്പോൾ DIനെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ദെൻ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെറ്റിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് DI ആണുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് സ്പീഡ് മാത്സ് ആണ്. സ്പീഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കണ്ട ഉടനെ ഒന്നെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ വായിക്കുക. അതല്ല എങ്കിൽ ആ കിട്ടിയത്, ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടിയല്ലോ, സോ അതുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ ആദ്യം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുക. അതിൻ്റെ ബാക്ക് ടു ബാക്ക് ഒരു 3 to 4 എങ്കിലും സിംപ്ലിഫിക്കേഷൻ കാണും. അത്രയും സിംപ്ലിഫിക്കേഷൻസ് ചെയ്യുക. ചെയ്തിട്ട് ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു അരിത്തമെറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ ചെയ്യുക, അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള എല്ലാം 1 ലൈനർ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കൂടെ തന്നെ ചെയ്ത് പോവുക. അതല്ല എങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് വന്നിട്ടുള്ളത് ഒരു പൈ ചാർട്ടാണ്. പൈ ചാർട്ട് ഒരു 5 സെറ്റ് കാണും. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിസ്സിംഗ് നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ എക്സാമിൽ മിസ്സിംഗ് നമ്പർ റോങ് നമ്പർ ഏതാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് മിസ്സിംഗ് ആണെങ്കിൽ ആ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. റോങ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി, കാരണം റോങ് എപ്പോഴും ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ ക്വാൺസിൽ നമ്മളുടെ എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം സിംപ്ലിഫിക്കേഷൻ, ദെൻ ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ഇതുപോലുള്ള റോങ് നമ്പർ സീരീസ്, അല്ലെങ്കിൽ റോങ് നമ്പർ ചെയ്യരുത്, മിസ്സിംഗ് നമ്പർ സീരീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വന്നിട്ട് പൈ ചാർട്ട് ചെയ്യുക. പൈ ചാർട്ടിൽ തന്നെ എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് പൈ ചാർട്ടാണ് ചെയ്യാൻ. അതല്ലാണ്ട് ലൈൻ ഗ്രാഫ് ഉണ്ട്. സോ ആദ്യം പൈ ചാർട്ട് ചെയ്യുക, ദെൻ അത് കഴിഞ്ഞിട്ട് ലൈൻ ഗ്രാഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു 10 to 15 മാർക്സ് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വേണം ക്വാൺസിന് സ്ട്രാറ്റജി പോവാൻ. ആദ്യം സിംപ്ലിഫിക്കേഷൻ, ദെൻ റോങ് നമ്പർ, ക്വാഡ്രാറ്റിക്, ദെൻ DIs ആൻഡ് ലാസ്റ്റ് അരിത്തമെറ്റിക്. ഇങ്ങനെ വേണം പോകാൻ. ഓക്കെ, ഇങ്ങനെ വേണം ആ ഒരു ഫ്ലോ ചാർട്ട് പോകാൻ വേണ്ടിയിട്ട്. ദെൻ SBI POയ്ക്ക് ഒരു 20 അടുത്ത് എങ്കിലും ക്വാൺസിൽ മാർക്സ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ഓവറോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 65+ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 70+ എങ്കിലും എയിം ചെയ്യുക. ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു 80 അടുത്ത അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു 75+ അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ ആക്യുറസി ഒക്കെ പോയിട്ടൊരു 65+ മാർക്സ് കിട്ടുന്നത്. സോ നമ്മുടെ അറ്റംപ്റ്റ്സ് കൂട്ടുക വിത്ത് ആക്യുറസി. അങ്ങനെ ആകുമ്പോൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇംഗ്ലീഷിൽ പറഞ്ഞില്ലായിരുന്നു, ഇംഗ്ലീഷിൽ ഒരു 30 വരെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വിത്ത് ആക്യുറസി, മാർക്സ് നെഗറ്റീവിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ റീസണിങ് ആണ്. റീസണിങ് ഏറ്റവും കൂടുതൽ മാർക്സ് തരാനും അതുപോലെ തന്നെ മാർക്സ് കളയാനും ഒരുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു സെക്ഷനാണ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ്ങിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് നോക്കുക. ദെൻ ഒറ്റയടിക്ക് തന്നെ നോക്കുക. ഇപ്പോൾ ഇത് എന്താണ്, ഒരു ബോക്സ് ബേസ്ഡ് പസിലാണ്. അത് മാർക്ക് ചെയ്തിട്ട് ദെൻ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ കാണും. ദെൻ ഉള്ളത് ഇനീക്വാളിറ്റി ആണ്. എനിക്ക് ഇനീക്വാളിറ്റി കുറച്ച് താമസമുണ്ട്, സോ ഞാൻ ആദ്യം ഇനീക്വാളിറ്റി എടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനീക്വാളിറ്റി ഭയങ്കര ഹൈ ലെവലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇനീക്വാളിറ്റി ആദ്യം ചെയ്യുക. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്, ഒരു മന്ത് ബേസ്ഡ് പസിലാണ്. എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻസ് കണ്ട് ദെൻ വന്നിട്ടുള്ളത് കോഡിംഗ് ആണ്. കോഡിങ്ങും എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ഞാൻ ലാസ്റ്റേ ചെയ്യാറുള്ളൂ. അതും
നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തു പോവുക. പിന്നെ മെയിൻസ് പോലെ രണ്ടാമത് വന്ന് പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കി അങ്ങനെ നമുക്ക് ടൈം കാണില്ല. സോ അപ്പോൾ തന്നെ കിട്ടുന്ന ചെയ്തു പോകുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ വന്നിട്ടുള്ളതാണ് ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്, ഫേസിങ് നോർത്ത് ആൻഡ് സൗത്ത്. ഒറ്റയടിക്ക് തന്നെ സ്കിം ചെയ്ത് വായിച്ചു പോകാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. എന്നാലേ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ദെൻ ഇതൊരു ലീനിയർ റോ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് മാർക്ക് ചെയ്തു. ദെൻ ഒരു 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ ഒരു ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുണ്ട്. ദെൻ ഇതെന്താണ്, ഈ മാർക്സ് അതായത് ഗ്രേറ്റർ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് സാധാരണ എനിക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാനാണ് ഫസ്റ്റ് എക്സാം ഈ എക്സാം ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും എടുക്കുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ബ്ലഡ് റിലേഷൻ ആണ്. ബ്ലഡ് റിലേഷൻ സാധാരണ ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുവാണെങ്കിലും എനിക്ക് ബ്ലഡ് റിലേഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. സോ ചിലപ്പോൾ ഞാൻ ആദ്യം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമായിരിക്കും. ദെൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഈ ഒരു ബോക്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മന്തിൻ്റെ ആയിരിക്കും. ദെൻ ഈ ഒരു കോഡിങ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഇനീക്വാളിറ്റി ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഏതിനെ ഞാൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിൽ ഉറപ്പായിട്ടും കരുതിയിരിക്കണം. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് ഒരു ഹറിബറി ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കൂടി ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ പസിൽസിന് മെയിനായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു മടി. ബട്ട് ആ ഒരു സ്കിപ്പിംഗ് എബിലിറ്റി ഇല്ലെങ്കിൽ മേ ബി നിങ്ങൾ ആ ഒരു എക്സാമിൽ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സിൽ കൂടുതൽ ഒരു പസിലിന് കൊടുക്കരുത്. 5 മിനിറ്റ്സ് മാക്സിമം ആയിരിക്കണം. നമുക്കൊരു 3 to 4 സെറ്റ് പസിൽ കാണും. അപ്പോൾ 5 മിനിറ്റ് ചില പസിൽസൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന പസിൽസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പസിൽസിന് ചെയ്യാൻ നിങ്ങളുടെ ടൈം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പസിൽസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി ടൈം നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഉള്ള ടൈമിൽ മാക്സിമം പസിൽസിനും സീറ്റിങ്ങിനും ടൈം കൊടുത്ത് അതിൻ്റെ ആ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. SPI PO ലെവലുള്ള പസിൽസ് തന്നെ ചെയ്യുക. ദെൻ ആ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും എക്സാമിനുള്ള ടൈം നമ്മൾക്ക് റെഡ്യൂസ് ആവുന്നതായിരിക്കും. ഓക്കെ, ദെൻ റീസണിങ്ങിന് പറയുകയാണെങ്കിൽ ഒരു 25+ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാക്കിക്കൊക്കെ മാർക്ക് കുറവാണെങ്കിലും അതൊക്കെ നമുക്ക് ടാലി ആക്കി വെക്കാൻ പറ്റുകയുള്ളൂ. സോ ഒരു 65+, ഒരു 70+ അറ്റംപ്റ്റ് ചെയ്യാൻ വിത്ത് ആക്യുറസി ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത് ചെയ്തതുപോലെ തന്നെ മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. അതെങ്ങനെയാണെന്നും കൂടി പറയാം. സോ നമ്മളിപ്പോൾ ഒരു മോക്ക് ചെയ്തു. ആ മോക്കിൽ നമുക്ക് തെറ്റുണ്ടെന്ന് കരുതുക. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള റോങ് നമ്പർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് എത്ര ടൈമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, എത്രയാണ് ഒരു ആവറേജ് ടൈം വേണ്ടത്, അത് ജസ്റ്റ് നോക്കുക. ദെൻ എവിടെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പസിൽസൊക്കെ ആണെങ്കിൽ ചെയ്ത ആ ഒരു ഷീറ്റ് കാണും. ആ ഷീറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ തെറ്റിപ്പോയതെന്നുള്ളത്. ദെൻ ആ ഒരു തെറ്റ് മനസ്സിലാക്കി ദെൻ തന്നെ ആ ഒരു പസിൽ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു തെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളുടെ ബ്രെയിനിനും കൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ബ്രെയിനിനും കൂടി ആ ഒരു തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ആദ്യം ഏതാണ് തെറ്റിയ ക്വസ്റ്റ്യൻസ് എടുക്കുക. തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നോക്കുക. ദെൻ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്, അതോ ഇനി സമയമില്ലായ്ക കൊണ്ടാണോ, അതോ ആ ഒരു കാൽക്കുലേഷൻ എറർ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ടൈം എടുത്തത്, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത് എന്ന് ശ്രദ്ധിക്കുക. ദെൻ തേർഡ് വന്നിട്ട് ചെയ്ത കറക്റ്റ് ആൻസേഴ്സിൽ ആവറേജിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എന്തുകൊണ്ടാണ് ആ ടൈം കൂടുതൽ എടുത്തത് എന്ന് നോക്കുക. ഇങ്ങനെ ഇത്രയും 3 കാര്യങ്ങൾ എല്ലാ മോക്കിലും അനലൈസ് ചെയ്യണം. ഇത്രയും 3 കാര്യങ്ങളും അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ഈച്ച് സെക്ഷനും എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്നും എല്ലാം നല്ല ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. ഇങ്ങനെ അനലൈസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത മോക്കിന് ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ റിയൽ എക്സാമിനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് മോക്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസിനെ കുറിച്ചും പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.